തൃശൂർ ചൊക്കനയിൽ കാട്ടാന ഇറങ്ങി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനടുത്താണ് കാട്ടാന എത്തിയത്. 7 മണിയോടെ എത്തിയ കാട്ടാന ഇപ്പോഴും തുടരുകയാണ് അവിടെ. ഇതിന്റെ ദുരവസ്ഥ 24നോട് വിവരിക്കുകയാണ് പ്രദേശത്തെ കുട്ടികൾ. ഏഴ് മണിക്ക് വന്ന ആനയാണ്. എനിക്ക് അനിയത്തി അമ്മയുണ്ട്. അവര് പേടിച്ചിട്ട് ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക, എങ്ങനെ നേരം വെളുപ്പിക്കും? സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, കഴിഞ്ഞ ഒരു മാസമായി തൃശ്ശൂരിലെ ഈ ചൊക്കനയിൽ ഈ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. രാത്രിയായി കഴിഞ്ഞാൽ കാട്ടാന ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനരികിലേക്ക് എത്തും. ചൊക്കന ഗ്രൗണ്ടിനോട് ചേർന്ന തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് അടുത്ത് ആന എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള കുട്ടിയാണ് ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വീഡിയോ നമുക്ക് തന്നത്. അതായത് ഇവർ പറയുന്നത് ഈ രാത്രികാലങ്ങളിൽ ആന ഇവരുടെ ലയത്തിനടുത്തെത്തി വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസമായിട്ടും ഇതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതോടുകൂടി ഈ രാത്രികാലങ്ങളിൽ ഇവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് പറയുന്നത്. 2 മുറി മാത്രമുള്ള ലയങ്ങളാണ്. ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പോലും വീടിന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഭക്ഷണം കഴിച്ചൊന്ന് കൈ കഴുകാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ദുരവസ്ഥയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി എത്തിയ കാട്ടാനയാണ്. അതിപ്പോഴും ഈ കുട്ടികൾ താമസിക്കുന്ന ലയത്തിനരികിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ നമ്മളോട് സംസാരിച്ച കുട്ടിക്ക് ഒരു അനിയത്തിയുണ്ട്. ആ അനിയത്തി ആനയെ കണ്ടതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അമ്മയെ മുറുക്കി പിടിച്ച് ഇരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ ആന വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ കുട്ടി ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ആനയെ തുരത്താൻ ഒരു ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഉന്മേഷ്, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.